ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ കൊച്ചു കുട്ടികൾക്കൊക്കെ വളരെ എളുപ്പത്തിൽ നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാവുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അതല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ വളരെ നല്ലൊരു ഡിഷാണ്. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കാണെങ്കിലും വളരെ ഹെൽത്തി ആയിട്ടും വളരെ എളുപ്പത്തിലും തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നുള്ളത് നോക്കാം. ഈ ഒരു റെസിപ്പിയിലെ പ്രധാന ചേരുവ എന്ന് പറയുന്നത് അവലാണ്. അവൽ നമുക്ക് രണ്ട് രീതിയിൽ വാങ്ങിക്കാൻ കിട്ടും, വെള്ള കളറുള്ളതും അതുപോലെ ചുവന്നിട്ടുള്ളതും. അപ്പോൾ നമ്മൾ മട്ട അവലാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. അത് വെച്ച് ചെയ്യുമ്പോഴാണ് ഇത് നല്ല രുചി ഉണ്ടാകുക. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന അളവ് എന്ന് പറയുന്നത് 1 കപ്പ് മട്ട അവലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ അവൽ നമുക്കൊരു മിക്സിയുടെ ജാറിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ പൊടിച്ചെടുക്കണം. അത്യാവശ്യം നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. എന്നിട്ട് അതൊരു ബൗളിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ടേക്ക് നമ്മൾ നേരത്തെ അവൽ അളന്നിരിക്കുന്ന അതേ കപ്പിന് തന്നെ 1 കപ്പ് നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 കപ്പ് തന്നെ ഉപയോഗിക്കാവുന്നതാണ്, കാരണം ഇത് നന്നായിട്ട് കുതിർന്ന് കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടി. കുട്ടികൾക്കൊക്കെ വേണ്ടി കൊടുക്കാനുള്ളത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റായിട്ട് നല്ല രീതിയിൽ വേണം നമ്മൾ ചെയ്തെടുക്കാൻ. അപ്പോൾ 1 കപ്പ് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചിട്ട് നമുക്കിത് അങ്ങോട്ടേക്ക് മാറ്റി വെക്കണം. 5 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്ക് തന്നെ ഈ വെള്ളമൊക്കെ അവൽ വലിച്ചെടുത്തിട്ട് നന്നായി കുതിർന്ന് കിട്ടിയിട്ടുണ്ടാകും. ഈ ഒരു പാകത്തിന് തയ്യാറായിട്ടുണ്ടാകും കണ്ടോ. ഇനി നമ്മൾ കൈ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഒത്തിരി സമയമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ ഒരു കട്ട പിടിച്ചതുപോലെയാണ് ഉണ്ടാവുക. അപ്പോൾ അതൊന്ന് ജസ്റ്റ് കൈ വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സാക്കി കൊടുത്താൽ മതിയാകും. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ വേണം തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഈ കുഴച്ച് വെച്ചിരിക്കുന്ന അവലിനെ ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഇഡ്ഡലി പാത്രത്തിനകത്ത് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നല്ലതുപോലെ തിളവന്ന് ആവി വന്നതിന് ശേഷം വാഴയിലയിൽ വേണം നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഈ വാഴയില കയ്യിലില്ല എന്നാണെങ്കിൽ മാത്രം പ്ലേറ്റിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഏറ്റവും നല്ലത് വാഴയിലയിൽ ചെയ്യുന്നതാണ്, കാരണം ഇതിന് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും നമ്മൾ ആവിയിൽ അവൽ വേവിച്ചെടുക്കുമ്പോൾ ഇതുപോലെ. ഇനി അടച്ച് വെച്ചിട്ട് 5 മിനിറ്റ് ഇതുപോലെ അങ്ങ് ആവിയിൽ വേവിച്ചെടുക്കാം. ഇപ്പം തന്നെ തുറക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വാഴയിലയിൽ ആ ഒരു അവൽ വേവിച്ചതിൻ്റെ ആ ഒരു നല്ലൊരു ഫ്ലേവറും നല്ലൊരു മണവും കാര്യങ്ങളും ഉണ്ടാകും കേട്ടോ. അപ്പോൾ ഇതിവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് അങ്ങോട്ട് മാറ്റി വെക്കാം. അടുത്തതായിട്ട് മധുരത്തിന് നമ്മൾ ശർക്കരയാണ് ഉപയോഗിക്കുന്നത്. ശർക്കര ഒത്തിരി നമുക്ക് വേണ്ട, ഞാനിവിടെ ഒരു വലിയ അച്ച് ശർക്കര മാത്രമേ എടുത്തിട്ടുള്ളൂ. വെള്ളം നമുക്ക് ഒത്തിരി വേണ്ട കേട്ടോ. ഒരു 1/4 കപ്പ് അളവ് വെള്ളം, 1/4 കപ്പിലും കുറവ് മാത്രം വെള്ളം ഒഴിച്ചിട്ട് ശർക്കരപ്പാനി തയ്യാറാക്കിയെടുക്കുക. എന്നിട്ട് ഇതൊന്ന് അരിച്ചെടുത്താൽ മതിയാകും. അപ്പോൾ ശർക്കരപ്പാനി തയ്യാറാക്കിയെടുക്കണം ഈ ഒരു റെസിപ്പിയിൽ ഒട്ടും നിർബന്ധമില്ല. ഇതിപ്പോൾ കല്ലില്ല ശർക്കര ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ശർക്കരപ്പാനി തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അതല്ലാത്തതാണെങ്കിൽ നിങ്ങൾ ഇത് പൊടിച്ച് ചേർത്താൽ മതി. അപ്പോൾ ശർക്കര പൊടിച്ച് ചേർക്കുന്നത് എപ്പോഴാണെന്നുള്ളത് ഈ റെസിപ്പിയിൽ കുറച്ച് കഴിയുമ്പോൾ ഞാൻ പറയാം കേട്ടോ. അതല്ലെങ്കിൽ ഇതുപോലെ ശർക്കരപ്പാനി ചെയ്തെടുക്കാം. ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ള ഒരേ ഒരു കാര്യം, ഇതിനകത്ത് ഒത്തിരി അങ്ങ് വെള്ളം കൂടിപ്പോകരുത്. വെള്ളം കൂടിക്കഴിഞ്ഞിട്ട് വല്ലാതെ അങ്ങ് കുഴഞ്ഞിട്ട് കഴിക്കാൻ ഒരു രുചി ഉണ്ടാവില്ല കേട്ടോ. ഏറ്റവും നല്ലത് പൊടിച്ച് ചേർക്കുന്നതാണ്. അടുത്തതായിട്ട് ഒരു പാനിനകത്തോട്ടേക്ക് നമുക്ക് ജസ്റ്റ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യുടെ അളവാണെങ്കിൽ ഏകദേശം 1 ടേബിൾ സ്പൂണൊക്കെ മതിയാകും. കൂടുതൽ നെയ്യും വേണ്ട. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ എടുത്ത് മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇതിലോട്ട് നല്ല പഴുത്ത മധുരമുള്ള ഒരു നേന്ത്രപ്പഴം അരിഞ്ഞിട്ട് അത്യാവശ്യം ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്ത് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ സാധാരണ വൈകുന്നേരങ്ങളിൽ കുട്ടികൾക്ക് നെയ്യിൽ മൂപ്പിച്ച് കൊടുക്കാറുണ്ടല്ലോ നേന്ത്രപ്പഴം, ആ ഒരു പാകത്തിന് വേണം മൂപ്പിച്ചെടുക്കാൻ. കുറച്ചൊന്ന് സോഫ്റ്റായിട്ട് നല്ലൊരു വെന്ത് പാകമാവുന്ന ഒരു പാകം വരെ നമ്മൾ ചെയ്തെടുക്കണം കേട്ടോ. കുട്ടികൾക്കൊക്കെ കൊടുക്കാനുള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആകുന്ന രീതിയിൽ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഞാനിത് നെയ്യിൽ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുവാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല നമ്മളത് തവി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉടച്ച് നോക്കുക. അത്യാവശ്യം ഉടയണം, അപ്പോഴും മാത്രം ഇത് കുഴച്ചെടുക്കുമ്പോഴേക്കും ആ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാവില്ല, പഴത്തിൻ്റെ ടേസ്റ്റ് അതിനകത്തോട്ടേക്ക് കിട്ടുള്ളൂ. ഇതിലോട്ട് നമ്മൾ നേരത്തെ അളവെടുക്കാൻ എടുത്തിട്ടുള്ള കപ്പ് ഉണ്ടല്ലോ, അതിനകത്തോട്ടേക്ക് ഒരു 1/2 കപ്പ് ചിരകിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ കുറേ സമയം നമ്മൾ മൂപ്പിച്ച് തേങ്ങ ഡ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. വളരെ കുറഞ്ഞ സമയം ആ നെയ്യായിട്ടൊക്കെ ചേർന്ന് ആ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ കിട്ടുന്ന രീതിയിൽ മാത്രം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അതുപോലെ തേങ്ങ ഞാനിപ്പോൾ 1/2 കപ്പ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ അളവിൽ വേണമെങ്കിൽ കൂടുതൽ ഉപയോഗിക്കാം. നമ്മൾ ശർക്കരപ്പാനിയാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളതെങ്കിൽ ഈ ഒരു സമയത്ത് ഇതിനകത്തോട്ടേക്ക് ഒഴിച്ചു കൊടുക്കണം. കാരണം ഇതിനകത്ത് നമുക്ക് ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ശർക്കരപ്പാനി ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ഇതിലോട്ടേക്ക് ഏലക്കയുടെ കുരുവും പഞ്ചസാരയും ചേർത്ത് പൊടിച്ചിട്ടുള്ളത് 1 ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളത്. ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ട് ഒരു ഇത്തിരി സമയം ഒന്ന്
തുറന്ന് വെച്ചിട്ട് തന്നെ തിളപ്പിക്കുക. അപ്പോഴത്തേക്കും ശർക്കരപ്പാനി ഒന്ന് കുറുകി കിട്ടും. അപ്പോൾ പൊടിച്ച് ചേർക്കുന്നതാണെങ്കിൽ ഈ ഒരു സമയത്ത് ശർക്കര ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ലാസ്റ്റ് കുഴക്കുന്ന സമയത്ത് മാത്രം ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ വളരെ കുറഞ്ഞൊരു സമയം മാത്രം ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷമുള്ളതാണ്. ഇതിപ്പോൾ കുറച്ചൊക്കെ കണ്ടില്ലേ, ശർക്കരപ്പാനിയൊക്കെ അത്യാവശ്യം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്, വളരെ കുറഞ്ഞ ഒരളവിലോട്ടേക്ക് മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ആവിയിൽ വേവിച്ച് വെച്ചിരിക്കുന്ന അവലിനകത്തോട്ടേക്ക് ഈ ഒരു കൂട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആദ്യം ഇതിപ്പോൾ നല്ല ചൂടുണ്ട്, അപ്പോൾ അതായതുകൊണ്ട് തന്നെ നമുക്കൊരു തവി വെച്ചിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. ഇതിനകത്ത് പഞ്ചസാരയൊന്നും ചെയ്ത് കഴിഞ്ഞാൽ ഇതൊട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. ശർക്കരയും നേന്ത്രപ്പഴവും നെയ്യൊക്കെ ചേർത്ത് ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് നെയ്യുടെ അളവ് ഇതിനേക്കാളും കൂടുതൽ വേണമെങ്കിൽ ഈ ഒരു സമയത്ത് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇനി എക്സ്ട്രാ നെയ്യും കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല. എന്നിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ സാധാരണ അവൽ നനച്ചതൊന്നും ചെയ്യുന്നതിനുള്ള നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. ആവിയിൽ വേവിച്ചെടുത്തിട്ട് നേന്ത്രപ്പഴവുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു തവണയെങ്കിലും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കും. നല്ല ഹെൽത്തി ആയിട്ടുള്ളതുമാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള, ഞാനിപ്പോൾ കറുത്ത ഉണക്കമുന്തിരി കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടി വാങ്ങിക്കുന്ന കറുത്ത ഉണക്കമുന്തിരി, അതുപോലെ തന്നെ കശുവണ്ടി പരിപ്പ്, ഇതൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് ഉപയോഗിക്കാം കൂടുതൽ ടേസ്റ്റിന് വേണ്ടിയിട്ട്. എന്നിട്ട് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. ഇതിങ്ങനെ തന്നെ കൊടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ കൊടുക്കുന്ന സമയത്തൊക്കെ ഒരു കാണാനൊക്കെ ഒരു ഭംഗിക്ക് നല്ല രീതിയിലൊന്ന് സെറ്റ് ചെയ്തിട്ടൊക്കെ കൊടുക്കണം എന്നാണെങ്കിൽ കുഞ്ഞു ബൗളിനകത്തോ അല്ലെങ്കിൽ നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൻ്റെ അതിനകത്തൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കൊടുക്കുക. എന്നിട്ട് അപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ ഈ അവലും നമ്മൾ നേന്ത്രപ്പഴമൊക്കെ കൊടുക്കുന്ന സമയത്ത് ഒട്ടും കഴിക്കില്ല. അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും അവർ ഇഷ്ടത്തോടെ കഴിക്കും. കാരണം ഇതിന് നല്ലൊരു രുചിയും ആ ഒരു വാഴയിലയിലൊക്കെ നമ്മൾ സ്റ്റീം ചെയ്തെടുത്തത് കൊണ്ട് തന്നെ നല്ലൊരു മണവും കാര്യങ്ങളൊക്കെയാണ്. അവർക്ക് കഴിക്കാനും ഇഷ്ടമായിരിക്കും, നല്ല ഹെൽത്തി ആയിട്ടുള്ളതുമാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് എന്തെങ്കിലും ഉണക്കമുന്തിരിയും നട്ട്സൊക്കെ മുകളിലൊക്കെ വെച്ചിട്ട് കൊടുക്കുമ്പോൾ അവർക്ക് കഴിക്കാനാണെങ്കിലും കുറച്ചുകൂടി ഇഷ്ടമുണ്ടാകും. അപ്പോൾ എന്തായാലും ഒരു തവണയെങ്കിലും ഉണ്ടാക്കി കൊടുക്കുക, എന്തായാലും ഇഷ്ടമാകും കുട്ടികൾക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നമുക്ക് നല്ലൊരു വെറൈറ്റി ഡിഷുമായി വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.